ഹാ, പേടിക്കേണ്ട കുട്ടി. താനാദ്യം ഈ വെള്ളം കുടിക്കേ. സബാൻ മുന്നിലുള്ള ഗ്ലാസ് അവൾക്കടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. വെപ്രാളത്തോടെ അവളത് കുടിക്കുന്നത് നോക്കി അയാളിരുന്നു. ഓക്കെ ആണോ? പതറിക്കൊണ്ട് നോക്കുന്നവളോട് സബാൻ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോഴും അവൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ പതറിയ നോട്ടം എങ്ങും മുറിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കൈകൾ ചുരിദാർ ഷോളിൽ മുറുകുന്നതും ആ മുഖത്ത് വിയർപ്പും പേടിയും കൂടി മത്സരിച്ച് വിളറുന്നതും സബാൻ അറിയുന്നുണ്ട്. ആര്യ, അറിയോ? ഓക്കെ? വീണ്ടും സബാൻ അവളെ നോക്കി. ആം ഓക്കെ സാർ. ഒട്ടും ഓക്കെ അല്ലാത്ത ശബ്ദത്തിൽ ആര്യ പറഞ്ഞു. ഇനി ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ ആര്യയ്ക്ക് എന്നോട് പറയാനുള്ളത്? സബാൻ അവൾക്ക് ധൈര്യം കൊടുത്തു. ഡോൺ വെറി ആര്യ, താനിപ്പോൾ എന്നോട് പറയുന്ന കാര്യം ഞാനും താനുമല്ലാതെ മറ്റാരും അറിയില്ലെന്ന് തനിക്ക് ഞാൻ വാക്ക് തരുന്നു. പോലീസ് എന്ന് പറയുന്നത് ഇത്ര ഭീകര ജന്തുക്കളൊന്നുമല്ലടോ. പാതി കളിയായും പാതി കാര്യമായും സബാൻ അവളോട് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട് സാർ. പക്ഷേ അതൊന്നും എന്നെ ഈ കാര്യം ചെയ്യാൻ പിറകോട്ട് വലിക്കില്ല. ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടാണ് സാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഇന്ന് ഞാൻ പേടിച്ചുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറിയാൽ ഒന്നും അറിയാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടും. അതിനുമപ്പുറം അവളുടെ ശബ്ദം വീണ്ടും ഇടറി. കയ്യിലുള്ള ഫോൺ ആര്യ സബാന് നേരെ നീട്ടി. ചോദ്യചിഹ്നം നിറഞ്ഞൊരു നോട്ടത്തോടെ സബാൻ അത് കൈനീട്ടി വാങ്ങി. അവൾ ഓൺ ചെയ്ത് കൊടുത്ത വീഡിയോ പ്ലേ ചെയ്ത ഉടനെ അയാൾ വിശ്വാസം വരാതെ ആര്യയെ നോക്കി. കണ്ണേട്ടനല്ല അത് ചെയ്തതെന്ന് തെളിയിക്കാൻ ഇതിലും നല്ലൊരു തെളിവ് ഇനി വേണ്ടി വരില്ല സാർ. അവളുടെ സ്വരം മുറുകി. വോയിസ് അടക്കം നല്ല വ്യക്തതയോടെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നോക്കി തന്നെ സബാൻ തലയാട്ടി. ആര്യയ്ക്കിതെങ്ങനെ കിട്ടി? അവളുടെ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ടേബിളിൽ വെക്കുന്നതിനിടെ സബാൻ ചോദിച്ചു. കാർത്തിക് എൻ്റെ ഏട്ടനാണ്. ആര്യ തല കുനിച്ചു. തനിക്കു വേണ്ടി ഏട്ടൻ കണ്ണേട്ടനെ വിലക്കെടുക്കാൻ ശ്രമിച്ചതും അതിനായി റിമിയുടെ സഹായം സ്വീകരിക്കാൻ തീരുമാനമെടുത്തതും സംബന്ധിച്ച കഥ അറിയാവുന്ന പോലെ അവൾ സബാന് മുന്നിൽ പറഞ്ഞുകൊടുത്തു. ഇത്രയും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല സാർ. കണ്ണേട്ടനോട് എനിക്കല്ലേലും പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയാണ് അങ്ങനെയൊരു മോഹം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അത് പറഞ്ഞിട്ട് എന്നെ കണ്ണേട്ടനൊപ്പം ചേർക്കാൻ ശ്രമിച്ചത്. അതും കണ്ണേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ആര്യയുടെ മുഖം കുനിഞ്ഞു. സബാന് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരുന്നു. ലോകത്തിലെ ഒരു പെണ്ണിനോടും മോശമായി പെരുമാറാൻ കണ്ണേട്ടൻ അറിയില്ല സാർ. എന്നോട് മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു തന്നിരുന്നു. സീതാലക്ഷ്മിയോടുള്ള കണ്ണേട്ടൻ്റെ സ്നേഹം അത് കണ്ണേട്ടൻ പറഞ്ഞറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ഉറപ്പിച്ചു. ഇനി ആ മനസ്സിൽ സീതേച്ചിക്കല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമുണ്ടാവില്ല എന്ന്. അമ്മയോടും ഏട്ടനോടും ഞാനത് പറഞ്ഞതുമാണ്. ആര്യ പറയുന്നത് കേട്ട് ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ് സബാൻ. എനിക്കൊന്നും വേണ്ട സാർ. എൻ്റെ ഏട്ടൻ. അവളുടെ കണ്ണ് നിറഞ്ഞു. ഏട്ടൻ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും ഇനിയും മിണ്ടാതെ നിന്നാൽ അതെൻ്റെ ഏട്ടനെ കൂടുതൽ നാശത്തിൽ കൊണ്ടെത്തിക്കും. എനിക്കെൻ്റെ പഴയ ഏട്ടനെ വേണം സാർ. ചെയ്ത തെറ്റ് എൻ്റെ ഏട്ടൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സാറിനെ ഏൽപ്പിക്കുന്നത്. ആര്യ കിതച്ചു. എനിക്ക് മനസ്സിലാകും ആര്യ. സബാൻ്റെ ശബ്ദത്തിൽ അലിവ് നിറഞ്ഞു. ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നതും ഒരു പെൺകുട്ടിയാണ്. എൻ്റെ ഏട്ടൻ കൂടി കാരണമാണ്. അവൾ വീണ്ടും മുഖം കുനിച്ചു. ഇനി ഇതിനെ ചൊല്ലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും നമുക്ക് തിരിച്ചു പോകാമെന്നും പറയാൻ ഏട്ടനെ തേടി ചെന്നതാ ഞാൻ. അപ്പോഴാ മഹിയേട്ടനും ജിതിനേട്ടനും ഏട്ടനും കൂടി റിമിയെ. എനിക്കൊന്നും ചെയ്യാനായില്ല സാർ. നിലവിളിച്ച് ആളെ കൂട്ടിയാൽ അതും റിമിയുടെ ജീവന് അപകടമാകുമെന്ന് എനിക്കറിയാം. കണ്ണേട്ടനോടുള്ള ദേഷ്യത്തിന് എല്ലാവരും. ആര്യ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അങ്ങനെ ആ കാഴ്ച തന്ന മരവിപ്പിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ് ഈ വീഡിയോ. കണ്ണേട്ടനെ രക്ഷിക്കാൻ ഉപകരിക്കുമെന്നതിന് പുറമെ ഇത്രയും ദുഷ്ടനായ എൻ്റെ ഏട്ടൻ്റെ മുഖംമൂടി വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് എനിക്കെൻ്റെ ഏട്ടനെ തിരിച്ചു വേണമായിരുന്നു സാർ. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് ആര്യ കരഞ്ഞു പോയിരുന്നു. വെൽഡൺ ആര്യ. എനിക്ക് തന്നെയോർത്ത് അഭിമാനം തോന്നുന്നു. സാധാരണ ഒരു പെൺകുട്ടി പകച്ചു പോകുന്ന സിറ്റുവേഷനിലായിരുന്നിട്ട് കൂടി ആര്യ അത് ബോൾഡായി ഹാൻഡിൽ ചെയ്തു. വളരെ ആത്മാർത്ഥമായി തന്നെയാണ് സബാൻ അത് പറഞ്ഞത്. ആരും അറിയരുത് സാർ. സ്വത്തിനു മുന്നിൽ സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാത്തവരാണ് എൻ്റെ ഫാമിലി മൊത്തം. ഇതറിഞ്ഞാൽ എനിക്കറിയാം
എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും എല്ലാവരും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ആര്യയുടെ കണ്ണിൽ നിറഞ്ഞ ആശങ്ക സഭാന് മനസ്സിലായിരുന്നു. ഇങ്ങനൊരു തെളിവുമായി ഞാനിങ്ങോട്ട് വന്നിട്ടേയില്ല. സാറിനെ ഞാൻ വിശ്വസിക്കുന്നു. ആര്യ സഭാനെ നോക്കി. വിടില്ല ഞാൻ ഒരുത്തനെയും. ഐസിയുവിൻ്റെ ചില്ല് ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ പറയുന്നത് ഹരി വ്യക്തമായും കേട്ടിരുന്നു. കുറച്ചു മാറി വിജയച്ചിരിയോടെ കാർത്തികും ജിതിനും. ഹരി ജോണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളുടെ തോളിലൂടെ കൈവച്ചു. വെട്ടിത്തിരിഞ്ഞു നോക്കിയ അയാളുടെ കണ്ണുകൾ വൈരം പോലെ തിളങ്ങി. ഹരി അയാൾ തിരിഞ്ഞു നോക്കി. ആ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി. എനിക്ക് മനസ്സിലാകും അങ്കിൾ, നിങ്ങളുടെ ഫീലിങ്സ്. നിങ്ങളിലെ അച്ഛൻ്റെ മനസ്സിനെ മനസ്സിലാക്കി തന്നെയാണ് പറയുന്നതും. ഹരിയുടെ പിടിയിൽ നിന്നും അയാൾ കുതറി. മതിയടാ നീ നിന്ന് പ്രസംഗിച്ചത്. കൂട്ടുകാരന് ഒത്താശ ചെയ്തു കൊടുക്കാൻ നീയും ഉണ്ടായിരുന്നില്ലേ? ജോണിൻ്റെ മുഖം ചുവന്നു. ദേഷ്യം കൊണ്ടയാൾ വിറയ്ക്കുന്നുണ്ട്. ഹരി തല വിലങ്ങിനെയാട്ടി. അങ്കിൾ, ഈ അറിഞ്ഞതൊന്നുമല്ല സത്യം. അതിനുമപ്പുറം എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളും. ഹരി ശാന്തമായി പറഞ്ഞു. കണ്ണനെക്കുറിച്ച് എല്ലാം അറിയില്ലേ? അവനിലെ നന്മ അറിഞ്ഞിട്ട് തന്നെയാണ് അങ്കിൾ സ്വന്തം മകളെ അവനോട് ചേർക്കാൻ കൊതിച്ചത് തന്നെ. അങ്ങനെയുള്ള കണ്ണൻ റിമിയോടെന്നല്ല, വേറൊരു പെൺകുട്ടിയോടും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എന്നേക്കാൾ നന്നായി അങ്കിളിന് തന്നെ അറിയാം, ഇല്ലേ? എനിക്കറിയാം. ഹരി കൂടുതൽ അയാളെ ചേർത്ത് പിടിച്ചു. കൺമുന്നിൽ നടക്കുന്നതും പറയുന്നതും അതിൽ നിന്നും ഏത് സ്വീകരിക്കണം, ഏത് വിശ്വസിക്കണമെന്നറിയാത്തൊരു ആശങ്ക ജോണിൻ്റെ കണ്ണിലുണ്ടായിരുന്നു. റിമി കണ്ണു തുറക്കട്ടെ അങ്കിൾ, നമ്മളോട് അവൾക്കെന്തോ പറയാനുണ്ട്. അതുമാത്രം വിശ്വസിച്ചാൽ മതി, അവൾ തിരിച്ചു വരും. അതറിഞ്ഞതുപോലെ ഹരി പറഞ്ഞു. പെട്ടെന്നാണ് ഹരിയുടെ ഫോൺ ബെല്ലടിച്ചത്. സീതയുടെ നമ്പർ. വീണ്ടും കണ്ടതും അവൻ മുഖം ചുളിഞ്ഞു. 3-4 പ്രാവശ്യം കട്ട് ചെയ്യുന്നു. ഇനിയും എടുത്തില്ലെങ്കിൽ ഈ പാപം ശ്വാസം മുട്ടിപ്പിടയും. ജോണിൻ്റെ നേരെ ഒന്ന് നോക്കിയിട്ട് ഹരി ഫോൺ എടുത്തു. ഹരി. നെഞ്ചുലഞ്ഞു പോകുന്നൊരു വിളിയാണ് ആദ്യം കേട്ടത്. ഹരിയുടെ ഹൃദയം പിടഞ്ഞു. പാറു, എന്തേ, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഹരി, മോള്. അത്രയും പറഞ്ഞതും പിന്നെ കേൾക്കുന്നത് കരച്ചിലാണ്. ഹരിക്കുള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. സീത എവിടെ? നീ ഫോൺ കൊടുത്തേ. ഹരി ധൃതിയിൽ പറഞ്ഞു. ഹരിയേട്ടാ, നീ എന്തേ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര വിളിച്ചു? വേവലാതി നിറഞ്ഞ സീതയുടെ ശബ്ദം. ഇത് പറയാനായിരുന്നോ ദൈവമേ? ഹരി നെഞ്ചിലൊഴിഞ്ഞു. എന്താ എന്താ ഉണ്ടായത്? നീ അത് പറ. എനിക്കറിയില്ല ഹരി. ഞാനും മജുവും വരുമ്പോൾ പാറു ബോധമില്ലാതെ കിടപ്പായിരുന്നു. വെള്ളം കുടഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിച്ചതിന് ശേഷമാണ്. സീതയുടെ സ്വരം വിറച്ചു. എൻ്റെ കുഞ്ഞെവിടെയടി? സീത പറയാൻ മറച്ചത് ചോദിക്കുമ്പോൾ ഹരിയുടെ നെഞ്ച് ശക്തമായി മിടിച്ചു. ഹരിയുടെ നോട്ടം അറിയാതെ തന്നെ കാർത്തികിന് നേരെ നീണ്ടു. ക്രൂരത നിറഞ്ഞൊരു നോട്ടം കൊണ്ടവൻ ഹരിയെ പുച്ഛിച്ചു. ഹരിയുടെ ചങ്കിടിപ്പ് കൂടി. നമ്മളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അവന്മാർ എന്തും ചെയ്യും ഹരി. ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാറരുത്. മാറിയ പിന്നീടൊരിക്കലും റിമിയെ നമ്മൾ ജീവനോടെ കാണില്ല, ഉറപ്പാണ്. പോലീസിനൊപ്പം പോകും മുന്നേ കണ്ണൻ കാതിൽ പറഞ്ഞത് ഹരിയുടെ ഹൃദയത്തിൽ പ്രകമ്പനം കൊണ്ടു. അവൻ്റെ കൈകൾ ഫോണിൽ മുറുകി. മറുവശം സീത പറഞ്ഞു നിർത്തിയതും അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഒന്നും വരില്ല. ഞാൻ കൊണ്ടുവരും എൻ്റെ കുഞ്ഞിനെ. അവളോടൊന്ന് പറഞ്ഞേക്ക്. ഹരിയുടെ സ്വരം മുറുകി. ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു നിമിഷം അവൻ അതേ നിൽപ്പ് തുടർന്നു. പിന്നെ പതിയെ ജോണിൻ്റെ അരികിൽ ചെന്നിട്ട് അയാളുടെ കയ്യിൽ പിടിച്ചു. അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ ജീവനാണ്. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരുവൻ ഇപ്പോൾ ജയിലിലാണ്. റിമി കണ്ണു തുറന്ന് സത്യം പറയേണ്ടത് നിങ്ങളുടെയും ഞങ്ങളുടെയും ആവശ്യമാണ്, ഹരി ഗൗരവത്തോടെ പറഞ്ഞു. അവൻ പറയുന്നതിൻ്റെ പൊരുളറിയാതെ ജോൺ അവനെ തുറച്ചു നോക്കി. എന്നെ റിമിക്ക് കാവൽ നിർത്തിയാണ് കണ്ണൻ പോയത്. റിമിയുടെ ശത്രുക്കൾ ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ അറിഞ്ഞതൊന്നും ആവില്ല. പുറത്തറിയാത്തൊരു കഥ ഇനി റിമിയുടെ നാവിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. അതിന് അവസരം കൊടുക്കരുത്. നിങ്ങളുടെ മകളുടെ ജീവനിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഹരി അയാളുടെ തോളിൽ പിടിമുറുക്കി. ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടിയും അയാളുടെ നോട്ടം ഹരിയുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ആദിയോടും സിദ്ധുവിനോടും കൂടി കാര്യം പറഞ്ഞിട്ട് ഹരി ഇറങ്ങി ഓടുകയായിരുന്നു. ഒരു സോറി പറച്ചിൽ കൊണ്ട് എല്ലാം തീർന്നു അല്ലേ സാർ? കണ്ണൻ്റെ പരിഹാസച്ചിരി മനസ്സിലായിട്ടും സെബാൻ ഒന്നും പറഞ്ഞില്ല. അയാൾക്കറിയാം അപ്പോഴുള്ള കണ്ണൻ്റെ മാനസികാവസ്ഥ.
കണ്ണൻ്റെ ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് സെബാൻ ഒന്ന് ചിരിച്ചു. ഇനി ബുദ്ധിമുട്ടിക്കില്ല. ചെയ്തത് ഞങ്ങളുടെ ജോലിയായിരുന്നു. അങ്ങനെ കരുതിയാൽ മതി. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. സെബാൻ വർഗീസിനെ ഇതുവരെയും ആർക്കും വിലക്കെടുക്കാൻ ആയിട്ടില്ല. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ എനിക്ക് മുന്നിൽ വ്യക്തമായൊരു എവിഡൻസ് ഉണ്ട്. തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടിന് വീണ്ടും ക്ഷമ ചോദിക്കുന്നു. കിരണിന് പോകാം, സെബാൻ ശാന്തമായി പറഞ്ഞു. സെബാനെ ഒന്ന് നോക്കിയതല്ലാതെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കണ്ണൻ ധൃതിയിൽ ഫോൺ വാങ്ങി. പുറത്തേക്ക് നടക്കുമ്പോഴും അയാളുടെ വാക്കുകളിൽ കുടുങ്ങിപ്പോയിരുന്നു അവൻ്റെ ചിന്ത. എനിക്ക് മുന്നിൽ വ്യക്തമായൊരു എവിഡൻസ് ഉണ്ട്. റിമി കണ്ണു തുറന്നോ? ഇനി കാര്യങ്ങളെല്ലാം വ്യക്തമായോ? അവനുള്ള ഇരുമ്പി. എന്തായാലും കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹരിയെ വിളിക്കാൻ വേണ്ടി കണ്ണൻ ഫോൺ എടുത്തു. അവൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് തന്നെ കണ്ണൻ റോഡിലേക്ക് ഇറങ്ങി. വിശപ്പും ദാഹവും ക്ഷീണവും ഒരുപോലെ അവനെ തളർത്തി. എന്നിട്ടും ഹോസ്പിറ്റലിൽ എത്താനായിരുന്നു തിടുക്കം മുഴുവനും. എതിരെ വരുന്ന ഓട്ടോയ്ക്ക് നേരെ കണ്ണൻ കൈനീട്ടി. കണ്ണാ! ഹരിയുടെ സ്വരം ഏതോ ഗുഹയിൽ നിന്നെന്ന പോലെ വികൃതമായിരുന്നു. അവൻ ഹോസ്പിറ്റലല്ലേ? ഹരി, നീ എവിടാ? അത് ചോദിക്കുമ്പോൾ കണ്ണന് നല്ല ടെൻഷനുണ്ടായിരുന്നു. റിമിയെ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും അവൻ്റെ വേവലാതി കൂട്ടി.